അപ്പോൾ മോഡലൊക്കെ ഒന്ന് കാണാം നിനക്ക് വന്നാൽ. പക്ഷെ ഞാൻ എപ്പോഴും ചില ദിവസങ്ങളിൽ ഓഫീസിൽ നേരിട്ട് ആയിരിക്കും അങ്ങ് വരുന്നതേ. അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും ഇറങ്ങി കൊണ്ടുവന്നു. നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഡൈനിങ് ടേബിളാ പോയിരിക്കല്ലേ, അതിന്റെ ഒരു കാല് കേട്ടുവന്നിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അത് നന്നായി. ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പൈസ കൊടുക്കാം, നമ്മളെ പറ്റുപാടല്ലേ. അത് ശരി. അപ്പൊ ഇത് കുറേശ്ശെ കൊടുത്താൽ മതി. അതെല്ലേ, കുറേശ്ശെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 8 ആളിരിക്കണ ഒരു ഡൈനിങ് ടേബിൾ മതി. കാരണം എടാ എടുക്കുമ്പോ ഇതിനൊക്കെ ഒത്തിരി വലുതായിക്കോട്ടെ. ഒരു കുടുംബമൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നാൽ ഒരുമിച്ചിരുന്ന് ഉണ്ണാലോ. ഇവിടെ ആകെ 4 പേരല്ലേ ഉള്ളൂ. അതിന് 8 എണ്ണം വേണോ? ആയിക്കോട്ടെ, ഏതായാലും മേടിക്കല്ലേ. ഇനിയിപ്പോ പിന്നീടൊന്നും മേടിക്കാൻ നിൽക്കണ്ടല്ലോ. അത് അവിടെ ഒരെണ്ണം മേടിച്ചിട്ടാ മതി. അമ്മ വീട്ടിൽ ഒരെണ്ണം മേടിച്ചിട്ടാ മതി. ഇവിടെ ഞാൻ ഒറ്റത്തടിയല്ലടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷം ഉണ്ടായി ആരെങ്കിലും വന്ന ഒരു 10-25 ആൾക്ക് ഉണ്ണാനുള്ള ഹോളുണ്ട്. പുല്ലുവായി അങ്ങോട്ട് ഇടണം, ഇരുന്ന് ഉണ്ണണം. ഇതെന്നും ഉണ്ണണ്ടതല്ലേ. പിന്നെ ഏട്ടാ മറ്റേ ഓവൽ ഷേപ്പ് ഉള്ളത് വേണ്ട ഏട്ടാ. അതെന്തോ വീടിന് എന്തോ മോശമാന്നത്. അത് ഇന്നലെ കുഞ്ഞമ്മ പറഞ്ഞു. ഒന്നെങ്കിൽ മറ്റേ ആ ചതുരം. അല്ല വേറൊരു മോഡലില്ലേ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണത്തില്ലേ, ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പ് റൗണ്ടില്. അല്ല ഏട്ടാ, ഇങ്ങനെ നടുക്ക് കുറെ കറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും എടുക്കാനായിട്ട് ഇങ്ങനെ അത് ഇവിടെ വേണ്ടി വരില്ലല്ലോ. അത് ഒരുപാട് കറിയെങ്കിലല്ലേ പറ്റുള്ളൂ. നീ ഇവിടെ ഒരു കറിയല്ലേ വെക്കുള്ളൂ, പിന്നെ കറക്കേണ്ട കാര്യമില്ലല്ലോ. ആ മോഡലുണ്ടാവോ? അതുണ്ട്. അതെ, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഈ 8 ആളിരിക്കണേനെ അത് എന്താ ഈ തേക്കിന്റെ ആണോ? എന്ത് മരം അത് സാധനം? തേക്കുണ്ട് സാറേ, മഹാനുണ്ട്, എല്ലാം ഉണ്ട്. തേക്കല്ലേ നല്ലത്? തേക്കാ നല്ലത്. ഒരു 8 ആളിരിക്കണ തേക്കിന്റെ ആയാലോ അതിനെന്ത് വരും? ഒരു 50,000 മുകളിൽ സാർ. ഇത് 8 കൈവശം കൊടുത്ത് വാങ്ങണ്ടല്ലോ. 8 ആൾക്ക് ഇരിക്കാനാ? നിന്റെ വീട്ടിൽ കൊണ്ടൊരു പൈസ 6 ആളുള്ള ഒരു 35-30 തരാം. 30,000. ഞാനൊരു കാര്യം പറയാം, ഒരു 4 ആളിരിക്കുന്നത് മതി. ഞാൻ നാളെ കടയിലേക്ക് വരാം. എന്നിട്ട് ടോക്കൺ എത്ര വേണ്ടി വരും നമുക്ക്? 2-3 രൂപ തന്നെ സാർ. ഒരു 3000 രൂപ ആഴ്ചക്ക് വന്ന് വാങ്ങിക്കോളാം. ശരി. 4-6 അതിപ്പോ തീരുമാനിക്കണ്ട. അവരവിടെ വന്ന് കണ്ടിട്ട് പടം വരുമ്പോ ചേച്ചിയും കൂട്ടിക്കോ. അതെന്തെങ്കിലും ചെയ്തോളാം. വന്നേ. അതെ, അവിടെ വെച്ചാണ് ഞാൻ ഓഫീസിൽ വന്നോളാം. 4 എങ്ങനെയാ ഏട്ടാ? അത് ശരിയല്ല. ഇവിടെ എത്ര പേരുണ്ട്? 4 പേരല്ലേ ഉള്ളു. ആരെങ്കിലും ഒക്കെ ഒന്ന് പുറത്തുനിന്ന് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഡൈനിങ് ടേബിൾ ഇല്ലല്ലേ? അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഒരു ഡൈനിങ് ടേബിൾ എടുക്കാൻ വേണ്ടി കൊടുത്താ. എടാ നിനക്ക് പ്രാന്തല്ലേ? നിനക്ക് ഭ്രാന്തുണ്ടാ? ചുമ്മാ പോണ എന്നെ വിളിച്ചിട്ട് ഭ്രാന്തുണ്ടാന്ന് നിനക്ക് എന്താ? ഇങ്ങോട്ട് വന്ന് ഇത് ഇൻസ്റ്റാൾമെന്റ് ഡൈനിങ് ടേബിൾ മേടിക്കാൻ പോണം. പിന്നെ രൊക്കം കാശിരുന്ന് എനിക്ക് തരൂ. രൊക്കം കാശ് കൊടുത്ത് വാങ്ങേണ്ടത് രണ്ടുമായിട്ട് വ്യത്യാസമുണ്ട്. നീ ഇത് അടച്ചു വരുമ്പോൾ 2 ഡൈനിങ് ടേബിളിന്റെ പൈസ നീ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വരും. മൊത്തം കൊടുക്കാൻ കാശില്ലാത്തോണ്ടാണല്ലോ ഈ അടവിനെടുക്കണത്. അപ്പൊ കാശ് കൂടും. അവര് നമ്മളെ നന്നാക്കരിക്കൊന്നല്ല. അപ്പൊ ഒരു ഡൈനിങ് ടേബിളിന്റെ പൈസ അധികം നീ ചെലവാക്കിയിട്ട് വാങ്ങാൻ പോവുകയാണ്. എന്തൊരു മണ്ടത്തരം. ഇനി ഇതെല്ലാം പോട്ട് ഇവൻ കൊണ്ടുവരുന്ന സാധനം എങ്ങനത്തെയാണെന്ന് നിനക്കറിയാൻ പറ്റും. നമുക്ക് കുറച്ച് നാള് എനിക്കവിടെ ഒരു 8-10 വർഷമെങ്കിലും ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കണ്ടേ? അത്രയൊന്നും പോകൂല. നീ എന്റെ പണി എൻ്റെ വേറെ കഥ കൂടെ പറഞ്ഞുതരാം. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച ഒരു സമയം നടരാജൻ്റെ ഒരു മാമി ഒരു കട്ടിലിപ്പോൾ വാങ്ങിച്ചു കുറച്ച് ദിവസം മുമ്പ്. അവർക്ക് ഇതുപോലെ പൈസ ഇല്ലാത്തവർ വാങ്ങിച്ചാണ്. വാങ്ങിച്ച് രാത്രി കയറി കിടന്ന് പോയി. എവിടെ? മാമി പോയി മേളിലോട്ട്. അതല്ലേ വയസ്സായ അമ്മയൊക്കെ ഉള്ളതാണ്. ഉള്ള കാര്യം ഞാൻ പറയാം. എന്ത് പറഞ്ഞാലും അവനൊരു മാമി, ഇവക്കൊരു കുഞ്ഞമ്മ. ഉദാഹരണം അങ്ങ് നിരത്തിക്കോളൂ. ഒരു സാധനം കുടുംബത്തേക്ക് മേടിക്കണം മുടക്കണം. നീയോ ചെയ്യണില്ല അത്. എൻ്റെ അമ്മാവ തലയിൽ കുറച്ച് ആളാമസമുള്ള ആളാണ് അമ്മാവെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഇവൻ ഇപ്പൊ ഇരട്ടി പൈസ അവന് ആവൂലേ? ഇത് അടച്ചു വരുമ്പോ ആവൂലേ? അതാവും. അതിനുള്ള വരുമാനം അവനുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ എന്താണ്? അത് അണക്ക് മനസ്സിലായി. പക്ഷെ അത് അവനത് ബോധ്യമുണ്ടേ. ഇതെന്തൊരു ഉമ്മാവന് കഷ്ടം. ഒരു ഇഡ്ഡലിയും കൊടുത്താ പൊക്കോണം. 6 ഇഡ്ഡലി ആയിട്ട് നീ ഇഡ്ഡലി ഞാനോ 5 തിന്നില്ല. നീ സാധാരണ 3-4 അത് അതും കഴിച്ചാ മതി. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ. ഒരിക്കൽ ക്ലീറ്റോ ഒന്നുകൂടെ കൊടുക്കാൻ ക്ലീറ്റോന് വേണ്ടേ? ഇപ്പൊ അത് സാരല്ല, അവള് കഴിക്കട്ടെ. അവൾ വയറിരിക്കുന്നത് നോക്ക്, പൊട്ടി പോവാറ. സാധാരണ ഇവിടെ എന്തുണ്ടാക്കിയാലും കൊണ്ടുപോയി കളയലാ പറയും. ഞാനത് പറഞ്ഞ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. എന്റെ കൊച്ചിന് വിശപ്പുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാനറിയാം. നിങ്ങൾ പറയേണ്ട കാര്യം മതി മതി ആദ്യം കഴിച്ചു നോക്കട്ടെ. അയ്യോ ഇത് കണ്ടിട്ട് കണ്ട്
കാപ്പി പിടിച്ചോ? കാപ്പി പിടിച്ചോ? കാപ്പി കുടിച്ച് നിർബന്ധിച്ചവരുടെ കൂടെ കഴിക്കാം. എന്നാ നിർബന്ധിച്ചിരിക്കണേ. ശരി. കൈ കഴിയിട്ടോ. കൈ അറിഞ്ഞില്ലേ? ഈ ചാലക്കുടിയിൽ പണിക്ക് പോയടേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓടിന്റെ മണ്ടേ കയറണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓടിന്റെ മണ്ടേ കയറി പണിയണത്. പണി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഏണി വെള്ളം കൊണ്ടുപോയി. വെള്ളപ്പൊക്കം അറിഞ്ഞില്ലേ? നീ എവിടെ ആയിരുന്നാ? ഞാൻ എന്റെ മണ്ടയിലായി പോയി. ഏണി വെള്ളം എടുത്തുണ്ട്. ഏണി വെള്ളം എടുത്തുകൊണ്ട് പോയി. പറയുന്നത് എങ്ങനെ ഇറങ്ങി? 3 ദിവസം അവിടെ ഇരുന്ന് ഒരു ഹെലികോപ്റ്റർ പോയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കിടന്ന് വിളിച്ചപ്പോ എനിക്കൊന്നും എന്റെ വിളി കേട്ടപ്പോ തിരുവനന്തപുരത്തോളം വിചാരിച്ചാണ്. അവർ പറഞ്ഞു നിൽക്കിട്ട് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം അവിടെ ഇരുന്നു. ഈ 3 ദിവസത്തെ ഉറക്കം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഉറക്കം വന്നു തറയെ വന്ന് വീഴുന്നതേ. ഞാൻ വെള്ളത്തിലിറങ്ങിയല്ലേ വീഴുന്നത്. പക്ഷെ വെള്ളം പോവുകയും ചെയ്ത് കൈയൊടിയും. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. കഴിക്കടാ. നിർബന്ധിച്ചോടാണ് കഴിക്കണത്. വെക്കേ. പിന്നെ സഹോദരൻ അന്നത്തെ ഊണ് സൂപ്പറായിരുന്നു. സാമ്പാർ അടിപൊളിയായിരിക്കും. നല്ലതാ. നീ കഴിക്കില്ലേ? ഞാൻ കഴിച്ചാ? അവൻ ഈ ഒരു നീ പിന്നെ ഒന്ന് അന്വേഷണം പറഞ്ഞു എന്തായാലും. അല്ലളിയാ, സംഭവം നമ്മുടെ ഒരു ചെറിയൊരു ആവശ്യം നിന്നെ കൊണ്ട്. എനിക്കല്ല, നമുക്കല്ല, ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ കനകനപ്പുറത്ത് താമസം. അവന് ചെറിയൊരു സഹായം നിന്നെ കൊണ്ട് വേണം. എന്തോ സഹായം? സഹായം പറയാം. നീ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. സൂപ്പർ സാമ്പാർ. ഇഡലി ഒരു 4 കൊണ്ട് എടുത്താലേ? അതില്ല, ചോദിക്കാം. എത്ര കഴിക്കട്ടു? വെള്ളം കൊടുത്തോണ്ടായിരുന്നു കുരുങ്ങണമെങ്കില. കുറച്ച് വെള്ളം എടുത്തു. അന്നത്തെ ഊണ് കേട്ടോ, സൂപ്പർ ഊണായിരുന്നു. നീ എവിടെയൊക്കെ പോയി അഭിപ്രായം പറഞ്ഞു പറഞ്ഞിട്ട് എന്റെ അടുത്ത് വഴിയൊക്കെ വെച്ച് കുറെ പേര് ചോദിച്ചല്ലേ നിന്റെതാ. ആളറിയാമോ? കുട്ടപ്പൻ മേസ്ത്രി. എന്റെ കൂട്ടുകാരനാ. പണി സാധനങ്ങളൊക്കെ ആയിട്ട് അസരപ്പണിയാണ് ജോലി. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ പണിയൊന്നും അല്ല മാവാ, കനകന് മറ്റേ ഫർണിച്ചർ ചെയ്യണ്ടേ, ഡൈനിങ് ടേബിൾ വേണ്ടേ? ഇവനിപ്പോ ഈ കൈയൊക്കെ പാടില്ലാത്തോണ്ട് പണി ഇച്ചിരി കുറവാണ്. അത്യാവശ്യം തടിയൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ടീമുകൾക്ക് എടുത്തു കൊടുക്കണം. വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിച്ചോക്ക് കനക. അളിയോ കനക വാടിയാ. എന്തായാലും ഇവനെ ഇന്നലെ ഞാൻ യാദൃച്ഛികം ഒന്ന് കണ്ടപ്പോണേ വരാൻ പറഞ്ഞു. നോക്കാം. അളിയനാണ്. പിന്നെ സംഭവം കുട്ടപ്പൻ ഇപ്പോ തടിയുടെ പരിപാടിയാണ്. കൈ വയ്യാത്തതുകൊണ്ട് ഇല്ല, പണിയുണ്ട്. ഈ തടിയൊക്കെ ബിസിനസ് ആണ് ഇപ്പൊ. കൈ വയ്യാത്തത് കൊണ്ട് ആൾക്കാരെ വെച്ച് പണി എല്ലാം ചെയ്തു കൊടുക്കും. നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരു പാർട്ടി പറഞ്ഞ് ഒരു നല്ല സൂപ്പർ ഒരു താനം നിൽക്കുമെന്ന് പറഞ്ഞു. ഡൈനിങ് ടേബിളൊക്കെ ആഞ്ഞിരും. അപ്പൊ ഡൈനിങ് ടേബിൾ വേണമല്ലോ. നിനക്ക് ഡൈനിങ് ടേബിൾ വേണ്ടേ? അപ്പൊ അത് നമ്മള് മറ്റേ അവനാളെ ഏർപ്പെടുന്നില്ലേ? ഏർപ്പെടുക ഇൻസ്റ്റാൾമെന്റ് എന്തായാലും കണ്ടല്ലേ? അപ്പൊ നീ പൈസ കളയാൻ തന്നെ തീരുമാനിച്ച ആളെയാ? എടാ, എന്തെങ്കിലും അറിയാന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്ക്. ഈ ഡൈനിങ് ടേബിൾ നീ ഇൻസ്റ്റാൾമെന്റ് കാര്യം വാങ്ങിച്ചാലേ നിനക്ക് അതിനുള്ള പൈസ നീ അടച്ചു വരുമ്പോ എത്ര രൂപ വെറുതെ പലിശ കൊടുക്കണം? മൊത്തത്തില് കാശില്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പൊ അങ്ങനെ അധികം പൈസ കൊടുത്ത് ഇത് വലിയ കാശൊന്നും ഇല്ലെന്ന്. നല്ല സാധനം അതല്ലേ, ചുളുവിനെ വാങ്ങിക്കാം. ഒരു വീട്ടിന്റെ അതിൽ നിൽക്കണതാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തടിയൊക്കെ എടുത്തു കൊടുത്തിട്ട് അത് മില്ല് കൊണ്ടായിട്ടൊക്കെ പിടിച്ചിട്ട് വരുമ്പോ 10-50,000 റുപ്യ റെഡിമെയ്ഡ് സാധനം ഇവിടെ വന്ന് കിടക്കും. റെഡിമെയ്ഡിന്റെ പിന്നിലെ തട്ടിപ്പൊന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു തരാം. അടിയാ, ഇതൊക്കെ വലിയ പുള്ളിയാ. ഇതെന്ത് തടിയാണ്? അത് ഇതെല്ലാം തേക്കെന്നാണ് തോന്നുന്നത്. തേക്കൊന്നുമല്ല ഇത്. ഇത് നല്ല 1-ാം തരം പരിക്കപ്ലാവാണ്. മനസ്സിലായത്? അതാണ് ഞാനും തടിയും തമ്മിലുള്ള ബന്ധം. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ പെയിന്റ് അടിച്ച് അവന്മാർ കൊണ്ടുതരും. നമ്മൾ വാങ്ങിച്ചിട്ടും അറിയാതെ. എത്ര രൂപയാവും? 10-25,000 ആവൂലേ? എത്ര രൂപ അടയ്ക്കേണ്ടി വരും? അല്ല, ഇവര് ഇത് ചെയ്തോണ്ട് എന്ത് തടിയില്? ഇവിടെ ചെയ്ത് പറഞ്ഞ റബ്ബറിലല്ലേ ചെയ്തുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറ്റിക്കുന്നില്ല. നല്ല പോളിഷ് ചെയ്ത് ഇതുപോലെ പെയിന്റ് അടിച്ച് മറ്റേ കാതലിന്റെ ഇതൊക്കെ വരച്ച് കൊണ്ടുവരും. അത് നമ്മൾ വാങ്ങിച്ചു നമ്മളറിയാതെ വാങ്ങിച്ചു. പക്ഷെ ഈ തടി വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. അത് ശരിയാ. ഏതാ തടിയെന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മൾ നിർത്തി പണിയിപ്പിക്കുമ്പോ അതിന്റെ ബലമൊക്കെ ഉണ്ടാവും. സംഭവം ശരി തന്നെ. പൈസക്ക് പൈസ വേണ്ട അളിയാ.
നിങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് പറഞ്ഞ ഇത് ഒരുമിച്ച് കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ മേടിച്ചേനെ അല്ലെങ്കിൽ മേടിക്കാമായിരുന്നു. പക്ഷെ എന്റെ പൈസ ഇല്ല. എടാ ഇതിന് ലക്ഷങ്ങളൊന്നും വേണ്ട. എന്റെ ആണെങ്കിൽ ഒരു എല്ലാം അടുത്ത് ഒരു 4700 രൂപ 750 രൂപ കാണും. അയ്യയ്യേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 5000 അടുപ്പിച്ച് ഒപ്പിക്കാൻ പറ്റൂലേ? 5000 വേണം ഒപ്പിക്കാൻ. ഇല്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത് എങ്ങനെ? ഇപ്പൊ തന്നെ മാസം ശമ്പളം പിടിക്കുന്നുണ്ട്, ശമ്പളത്തിൽ നിന്നും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും അടിച്ചു പറക്കി എടുക്കുമ്പോൾ പൈസ വെച്ചാൽ ഭാര്യയുടെ കാതിലും കയ്യിലും വല്ലതും ഉണ്ടാ, ചെറിയ പൊട്ടും പൊടി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടു വെച്ച് ഒരു 7000 രൂപ തന്നു കഴിഞ്ഞാൽ 5000 രൂപ തടിക്കും കൊടുക്കുക, 2000 രൂപ നമുക്ക് ബാക്കി മുറിപ്പ് കൂലി ഇതെല്ലാം കൂടെ വെച്ച് അങ്ങ് പോകും. വണ്ടിക്കൂലിയൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? എടാ ഞാൻ ഒരു 10000 രൂപ ആവുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എടാ അളിയാ, ലാഭമാണിത്. ഇത് പിടിച്ചാ പിടിച്ച് നിനക്ക് ലാഭമാണ്. എന്താ നീ പറയണ? അങ്ങനെ ഞാൻ 7000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എല്ലാവരും അതല്ലേ ചുള്ളൂ. അപ്പൊ ബാക്കി പൈസയോ? എന്ത് ബാക്കി? ബാക്കി എന്തോ കൊടുക്കാൻ പണിയണ്ടേ? ആളെയും പണിയില്ലേ? ഇതാണ് എന്റെ ആരാണിത്? എന്റെ അളിയൻ. എന്റെ അളിയൻ ഇതെന്റെ കൂട്ടുകാരൻ. അപ്പൊ എവന്റെ അളിയൻ എന്റെ അളിയനല്ലേ? കണ്ടല്ല, അതാണ് ഞങ്ങൾ. അപ്പൊ എന്റെ വീട് പോലെ ഞാൻ അടിപൊളിയാണ് ഞാൻ ചെയ്തിരുന്നത്. ഡേയ്, ആ കുമാർ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ തടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഒരു മേശ അടിക്കാൻ പോലും തികയില്ല. അതെല്ലാം ഒന്നല്ലല്ലേ, ഇഷ്ടം പോലെ മരം നിൽക്കില്ല. വേറെ ഉണ്ടാ? പിന്നല്ലാതെ നീ പറഞ്ഞത് ആകെ ഒരു ആഞ്ഞിലില്ല, അതൊരു വീടിന്റെ അവിടെ ചെരിഞ്ഞിരിക്കുകയാണ്, അത് കുറിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും എന്റെ അടുത്ത് ഒരാള് പറഞ്ഞതല്ലേ. ഇത് നോക്കി എങ്ങനെയുണ്ട്? ഇത് കൊടുക്കോ? പിന്നെ കൊടുക്കാനല്ലേ ഇറത്തേക്കണത്. നോക്കിയാണ് നല്ല കട്ടള എത്ര എണ്ണ അറക്കാൻ നോക്കണം. ഒറ്റ വളർന്നു കുട്ടപ്പ നോക്കുന്നത് ഈ പറഞ്ഞ പൈസക്ക് കിട്ടുമോ? ഈ പറഞ്ഞ പൈസ കിട്ടും. അത് സംസാരിക്കണേ മരം മറമ്പോ എത്ര കാലം നോക്കിയാണ് മോളോട്ട് അവിടെ മോളിലോട്ട് നോക്കിയാൽ കാല് മാത്രം പോരല്ലോ, മേളിൽ സാധനം ഉണ്ടെങ്കിലല്ലേ ഇരുന്ന് ഉണ്ണാൻ പറ്റുള്ളൂ. അണ്ണ അതിന് 4 കാലടിച്ചിട്ട് ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്താൽ ഇരുന്നുണ്ടൂടെ? ഞങ്ങൾ ഗ്ലാസ്സിൽ ഉണ്ണണവരല്ലേ. കേട്ടാ, ഇത് കുഴപ്പമില്ല. എന്ന് പറയാമോ, നമുക്ക് ഡൈനിങ് ടേബിളിലും കസേരയും ഒക്കെ പറ്റും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ല ഇഷ്ടപ്പെട്ടാ അത് വേറെ ഉണ്ട്. ഒരു 1000 രൂപ കൂട്ടി തന്ന ഉഗ്രം തേക്ക് തരാം. പിന്നെ സൂപ്പർ തേക്ക് ഇതേപോലത്തെ ഒന്നല്ല, വന്ന് കണ്ടു നോക്ക്. സൂപ്പർ തേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1000 രൂപ കൂട്ടി. അല്ലാതെ ആ നിൽക്കണ മരം കൊടുക്കുമോ? അയ്യോ, അത് കൊടുത്ത് നിർത്തിയേക്കാണ്. ഇനി കൊടുത്ത ആളുകൾ വന്ന് എടുത്തില്ല. തേക്കുണ്ടെന്നാണ് പിന്നെ തേക്ക് നല്ലതല്ലേ? നോക്കാല്ലേ? എമൗണ്ട് ഒരു മിനിറ്റ് പൊട്ടന്മാർക്ക് മരം എന്താ വില എന്താന്നൊന്നും അറിയില്ല. ഇപ്പൊ ചുളുവില് കിട്ടും. 1000 രൂപ വേണമെങ്കിൽ ഞാൻ തരാം. തേക്കന്നെ ആയിക്കോട്ടെ, പിന്നെ ഞാൻ തരാം. അല്ലേ? എന്തായാലും ഇപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇപ്പൊ എല്ലാം മരമാണ്. പക്ഷെ തേക്കിന്റെ ഒരു ഗുണം കിട്ടൂല. അത് കിട്ടൂലല്ലോ. ഇതാഞ്ഞില്ലേ അത് കുറച്ച് കുറയ്ക്കാൻ പറ്റും. 1000 എന്തോന്ന് സാറേ, ഇനി 1000 രൂപയിലൊക്കെ എന്തോന്ന് 1000 രൂപയ്ക്ക് 1000 രൂപ പണിയാണോ? പിന്നെ പോട്ടെ, ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട. ഒരു നല്ല കാര്യത്തിനല്ലേ, ഇനി അതിലൊരു ശാപം വേണ്ട. അത് തരാം. എവിടെ നോക്കാം. ഏരിയ ഉണ്ട്. ഇതാണ് സാധനം. ആ തേക്കല്ലേ? ഇങ്ങനെ ഇട്ട് നോക്കി. നമുക്ക് നോക്കാറില്ല, കുട്ടപ്പ നോക്കിയല്ലേ അറിയോ. അല്ല, അതാണോ പെണ്ണോ നോക്കാം. പിന്നെ ആണാണെങ്കിൽ പൂക്കും, മറ്റത് പൂക്കൂല. അങ്ങനെ പിന്നെ നമ്മുടെ തല കളി ഉള്ള സാധനം കൊള്ളാം കേട്ടോ. ആണ്ടോ, മറ്റേനെക്കാട്ടും വണ്ണമുണ്ട്, പൊക്കമുണ്ട്, നല്ല കീടിലും സാധനവും. പക്ഷെ വേറൊരു കാര്യം കളിയാ, മറ്റേ ആഞ്ഞിലല്ലേ നല്ലത്. വെറുതെ 1000 രൂപ കളയണോ? എന്തോന്ന് സാറേ, ഒരു ഫർണിച്ചർ പണിയാറ് 1000 ഗുണവയ്ക്ക് വേണ്ടി കിടന്നു. സാറേ ഇതുണ്ടല്ലേ, പണിതിട്ട് വയ്ക്കാണ്. 10 തലമുറ കഴിഞ്ഞാൽ ഇത് പിടിച്ച പിടിയാ കിടക്കും. പിന്നെ ഇത് വിൽക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. വിൽക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല അപ്പുറത്ത് വേണാണ്ട് ഇവര് ഭയങ്കര പ്രശ്നം. നീ മോലാളി പറഞ്ഞു വിൽക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കണോണ്ടാണ് ഇതങ്ങ് വിൽക്കണത്. അതാണ് നിങ്ങൾക്ക് അക്കിന് കിട്ടണ കാര്യം. അതാണ് 1000 രൂപയല്ലേ ഉള്ളൂ. 1000 രൂപ കൂടുതലുള്ളൂ മറ്റേനെ കാട്ടി. ആക്കി സാറേ ഇത് കൊള്ളാം കേട്ടോ, നല്ല സ്ട്രൈറ്റ് ആണ്. കുഴപ്പമില്ല. ഇങ്ങോട്ട് വരിക സാർ. ഇന്നല്ല തിരിയുക കിഴക്ക് സത്യസന്ധമായിട്ട് ഒരു കച്ചവടം നടക്കും. അതിന്റെ വാക്ക് നോക്കുമൊക്കെ കിഴക്ക് ഇവിടെ സാർ. ഞാൻ നിൽക്കണം കിഴക്ക് അവിടെ കറക്റ്റ് തന്നെ.
സാർ മുണ്ടഴിച്ചു മുണ്ടഴിച്ചു കിടന്നു അത് നമ്മളൊരു ചടങ്ങാണ്. അണ്ട് ഈ വസ്തുവിന്റെ ഓണർ രാമേന്ദ്ര പ്രഭു അദ്ദേഹം അങ്ങ് അമേരിക്കയിലാണ്. അയ്യോ അവരൊക്കെ വലിയ ആളുകൾ സാറേ. രാവിലെ അമേരിക്ക ഇരുന്ന് കാപ്പി കുടിക്കും, ഉച്ചയ്ക്ക് തമ്പാനൂരിന്ന് ഉണ്ണും. അത്ര സ്പീഡാണ്. എന്നെയാണ് ഏൽപ്പിച്ചേക്കണ. അതുകൊണ്ട് എനിക്ക് എന്ത് വേണോ ചെയ്യാൻ ഞാൻ തന്നെ ഇതിന്റെ ആള്. സാറ് ദൈവത്തിന്റെ മനസ്സ് സാറേ പിന്നെ നമ്മൾ എത്രയും മുണ്ട കഴിച്ച് തട്ടിയത് പിന്നെയാണ് അപ്പൊ നല്ലൊരു കാര്യത്തിലല്ലേ അയച്ചു സാറേ. ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ആ പൈസ കൊണ്ട് തരാം. 6,000 രൂപയാണ് സാറേ. ഞാൻ കൈനീട്ടി വാങ്ങിക്കാണ് സാറേ. അമ്മച്ചാണോ ഇതുവരെ ആരുടെയും ഒരു ഇതുമില്ല. നേരും നേരെയുള്ള കച്ചവടമാണ്. നിങ്ങളെ പറ്റിച്ചിട്ടില്ല, ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ദൈവമേ നേരത്തെ ഉച്ചയാകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അല്ല ഹലോ, അതെ കനകന. അത് പറ്റി ഞാൻ എന്താ വരുന്നു. എന്താ ക്ലീറ്റോ വന്നേ. എന്താ ഒരു സ്ഥലം വരെ പോണം. എവിടെ നീ വാ. എനിക്ക് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് പിന്നെ അതുവഴി അത് കഴിഞ്ഞിട്ട് വാ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? തങ്ക ഞാൻ ഇറങ്ങി. നീ ഇതൊക്കെ വെച്ചാൽ ഞാൻ എന്താ കാര്യം പറഞ്ഞിട്ട് പോ. നീ അവിടെ വെക്കുന്നേ എന്തോ പ്രശ്നം? നീ കാര്യം പറയൂ. എന്തുവാ? പറയാനുള്ളതല്ല, കാണാനുള്ളതാ. നീ വാ. വിളിക്കണേ. തിരിച്ചു വിളിക്കല ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇങ്ങനെ ഓടല്ലേ? എത്ര സമയം കൊണ്ട് വിളിക്കുന്നതാ എന്നെ? ഓ നിന്റെ ഫോൺ എടുത്ത് നോക്കണം. കാര്യം പറയാം. പ്രശ്നമായി. മറ്റേ രാമേന്ദ്ര പ്രഭു. ഓ രാമേന്ദ്ര പ്രഭു കാര്യം ഒന്നും പറഞ്ഞില്ല. അയാൾ മുറിക്കാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ. നമസ്കാരം. എന്റെ പേര് കനകൻ. ഞാനാണ് ഈ തേക്കിന് 6,000 രൂപ കൊടുത്തത്. ഈ തേക്കിന് 6,000 രൂപ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തല്ലേ? അഡ്വാൻസ് അല്ല, മുഴുവൻ പൈസ. എവിടെ ജോലി എന്ന് പറഞ്ഞേ? KCB. താങ്കൾക്ക്? ഞാൻ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം കൊള്ളാം. KCB രാഷ്ട്രീയം. ഇവിടെ സാമാന്യ മര്യാദ കൊണ്ടുകൂടെ തനിക്ക്. ഇവിടെ എന്റെ വസ്തുവിനകത്ത് നിൽക്കുന്ന ഇതുപോലുള്ള ഒരു തേക്കിന് 6,000 രൂപ കൊടുക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? അത് പോകട്ടെ, തന്റെ വീട്ടിലൊരു വസ്തു കൊണ്ടുവന്ന് വെച്ചു. താൻ അറിയാതെ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടുത്തെ കാര്യസ്ഥൻ രാധാകൃഷ്ണൻ പറഞ്ഞു. എവിടുത്തെ കാര്യസ്ഥൻ? രാധാകൃഷ്ണനാണല്ലേ ഏൽപ്പിച്ചേക്കണെന്ന് പറഞ്ഞു മുതലാളി. ഇവിടുത്തെ കാര്യസ്ഥൻ? എടാ അവനെയൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളായി. അവനൊക്കെ പക്ക തേപ്പ് ഉടായ്പ്. അവനെയൊക്കെ പറഞ്ഞു വിട്ട് വേറെ കാര്യം നിനക്കറിയാം. ഇവിടുത്തെ മാവ്, ആഞ്ഞിലി, പല മരങ്ങൾക്കും പലരും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരൻ ഇവനാ. ഞാനല്ല, ഞാൻ ആദ്യമായിട്ട് ഒരാളെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവൻ ഒറ്റ ഒരുത്തിനാണ് അനുസരിക്കുന്നത്. നിങ്ങളുടെ പൈസയും പോയി. മക്കൾ പൊക്കോളൂ. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് വൈകുന്നേരത്തിൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ളതാണ്. അല്ല സാറേ, എന്ന് പറഞ്ഞാൽ എങ്ങനെ സാറേ? ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് എങ്ങനെ പറയണം? ഇത്രയും നേരം മാന്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യയുടെ വളയും ഒക്കെ പണയം വെച്ചിട്ടാണ്. ഭാര്യയ്ക്ക് സ്വർണ്ണം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി. ഓക്കെ പോക്കോ. എനിക്ക് സ്വർണ്ണമുണ്ട്. അതല്ല എന്റെ പൈസ എനിക്ക് വേണമെന്ന്. ഏത് പൈസ? തന്റെ നീ പൈസ മേടിച്ചോ? അതല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞാണല്ലോ പൈസ മേടിച്ചത്. തന്റെ കയ്യിൽ പൈസ ഞാൻ വാങ്ങിയോ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല. പക്ഷേ ഈ പരത്തിൽ ദാനം കാണിച്ചിട്ടല്ലേ പഴയ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അയാൾ അത് പലരും പറയും. നിങ്ങൾക്ക് നല്ല വിവരം. KCB നല്ല വിവരം. പോക്കോ. നിങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. പൈസ മേടിച്ചു തരാൻ നോക്കണം. അങ്ങോട്ട് ഇവിടുത്തെ ജോലിക്കാരല്ലേ പുള്ളിക്കാരൻ. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? നിന്റെ തടി വരെ ചീത്ത കൊണ്ടുപോകും. പൈസ കിട്ടിയിട്ടുള്ളത് ഇവിടെ നാട്ടിലെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ രാഷ്ട്രീയം ആണെന്ന് വെച്ചോ സാർ. നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ എന്റെ പൈസ മേടിച്ചു തരാൻ പറഞ്ഞു. ഏതോ ട്രംപിനെ പോലും കിടികിട പറപ്പിച്ചിട്ടുള്ളവനാ ഞാൻ. എന്റെ അടുത്ത് വന്ന് രാഷ്ട്രീയം കളിക്കല്ലേ. ഇത് എന്റെ എനിക്ക് പൈസ തരണം. പൈസ കൊടുക്കണ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? നീ പൈസ മേടിച്ചോളൂ. പൈസ നീ പൈസ എന്റെ പറമ്പ്. അതെ, ഇവിടെ നിയമവും വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വഴിയുണ്ടോ? നമുക്ക് കാണിച്ചു തരാം. താൻ അമേരിക്കയിലെ വലിയ ആളാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ ആളുകളാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നീ കാണിക്കണേ. യാതൊരു ബന്ധമില്ല. അത് കുഴപ്പമില്ല, നീ പോവാ. വസ്തുവിനകത്ത് നിൽക്കുന്ന സാധനത്തിന് വില പറഞ്ഞിട്ട് നിന്ന് ബാക്കിയുള്ളവന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നു. എന്താ ചെയ്യാൻ കാണിച്ചു തരാടോ. നീ കാണിക്കണേ. ഞാൻ ഇൻസ്റ്റാൾമെന്റ് എടുത്തു വെറുതെ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. പക്ഷെ അമേരിക്കക്കാരൊന്നുമില്ല. അവന്റെ അഹങ്കാരത്തിനുണ്ടല്ലോ, അവന് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. അതെ, ഒരു കാര്യം ചെയ്യാം.
ഇപ്പൊ നമ്മൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കൊടുക്കണം. അയാൾ ചോദിച്ചാൽ നമ്മൾ ചോദിച്ചാൽ എന്ത് വിളിക്കും? അയാൾ ചോദിച്ചല്ല, മറ്റവനെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ നിങ്ങൾക്ക് വീട് കണക്കില്ലെന്ന് ചോദിച്ചാൽ അതൊന്നും വേണ്ട. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടനിലക്കാരുണ്ടല്ലോ, അവന്റെ പേരിൽ കൊടുക്കാമല്ലോ. അത് അവന്റെ പേരിൽ കൊടുക്കാം. ഇത് ചാർജ് ഇല്ല. അതിന്റെ ഫോൺ ഇങ്ങോട്ട് എന്ത് അവന്റെ സംസാരം കാരണക്കുറ്റി പൊളിയാ അമേരിക്കയിൽ പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. അതാണ് ഈ അയ്യോ എടേ ഫോണെടു. കാശുള്ളവരെ നിങ്ങൾ സംസാരിക്കൂലേ? കണ്ടില്ലേ എന്ത് ഫോൺ എവിടെ വേണമെന്ന് അവിടെ ആ വർത്താനം പറഞ്ഞത് അവിടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അതിനോടായിരുന്നു വീട്ടിൽ നിർത്താം. അവിടെ എങ്ങനെ വീണിട്ടാ? വീട്ടിൽ നിന്ന് എടുത്ത് ഇല്ല, അതിന്റെ കൈ ഉണ്ടായിരുന്ന ഫോൺ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയിട്ട് ഞാനിവിടെ വരാം. നീ ഒറ്റ ഞാൻ സംസാരിക്കാനൊന്നും പോകുന്നില്ല. വർത്താനം പറയണ്ട. അവർക്ക് വലിയ ആൾക്കാർ, നമ്മൾ വെറുതെ ഇനി പോയി എടുത്തിട്ട് വാ. പോയത് പോയി, പൈസ പോയി. വർത്താനം പറയല്ലേ? ഇല്ലല്ലേ ഇല്ല. എടേ നിന്റെ ഫോൺ ഇങ്ങോട്ട്. നീ രാമേന്ദ്ര പ്രഭു കൊള്ളരുതേട്ടാ. ഇന്ന് നീ രാമേന്ദ്ര പ്രഭു, നാളെ ഞാൻ രാമേന്ദ്ര. അല്ലെ അതിനൊക്കെ ഒരു ലുക്ക് വേണം. എന്തോന്ന് ലുക്ക്? ശാകല നാടകം കയറി വന്നാന്ന് എനിക്കൊരു സംശയം ഉണ്ട്. നാടകമാണില്ല, രാഷ്ട്രീയക്കാരിൽ നിന്ന് ഗീട് പിന്നെ നീ എന്തിനാ ട്രംപിനെ നീ ഉറപ്പിച്ചപ്പോ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ട്രംപിനെ ഉറപ്പിച്ചത് പോട്ട്, ഞാൻ ചിരിച്ചു പൂപ്പാടൊന്നും അറിയാം. ആ രാഷ്ട്രീയക്കാരനില്ലേ, അവന്റെ മുണ്ടഴിച്ചു നോക്കി അവൻ പെടുത്തുക. മോരാളി എന്നൊക്കെ പറഞ്ഞ എന്നെ പോലുള്ള അഭിനയം കണ്ട് എന്താ ഒരു മിനിറ്റ്. ഇത് ഇന്നത്തെ രാമേന്ദ്ര പ്രഭു, ഇത് നാളത്തെ രാമേന്ദ്ര പ്രഭു. എനിക്ക് അമേരിക്ക രാമേന്ദ്ര ഈ പറമ്പിന്റെ ഉടമസ്ഥ രാമേന്ദ്ര പ്രഭു സാറ് അങ്ങ് അമേരിക്കയിലാണ്. പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളമൊന്നും അയച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങേരെ ജോലിക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള ഉടായ്പ കാണിച്ചാണ് സാറേ ജീവിക്കുന്നത്. ക്ഷമിക്കണം സാർ. സാറ് കേട്ടിട്ടില്ലേ, മരം ഒരു വരവാണെന്ന്. ഈ മരമായിരുന്നു ഞങ്ങളെ ഒരു വരവ്. എന്റെ പൈസ തരും സാറേ. തന്നിരിക്കും. സാറേ നാളെ ഇതേ മരത്തിന് അഡ്വാൻസ് ആയിട്ട് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഡ്വാൻസ് വാങ്ങിച്ച് സാറിന് തരാം.